ദൈവം 6 ദിവസം കൊണ്ട് ലോകത്തിലെ സകലതും സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. മനുഷ്യൻ തൻ്റെ ജീവിതം ആരംഭിച്ചത് ഈ സ്വസ്ഥതയിൽ നിന്നാണ്. ഈ സ്വസ്ഥത ദൈവം മനുഷ്യന് നൽകി. ഏദൻ തോട്ടത്തിൽ സകല സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചു. ദൈവത്തോടൊപ്പം നടന്നിരുന്ന മനുഷ്യർ മറ്റുള്ള സൃഷ്ടികളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കിയത് ദൈവം അവർക്ക് നൽകിയ ബുദ്ധിയും സ്വാതന്ത്ര്യവും ആയിരുന്നു. നന്മത്തിന്മകളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നാൽ ആ സ്വാതന്ത്ര്യം അവർ ദുർവിനിയോഗിച്ചു. ഉടയവനെ പോലെയാകുവാൻ വ്യാമോഹിച്ചു. അഹങ്കാരം മൂലം ദൈവത്തെ പോലെയാകുവാൻ ശ്രമിച്ചതിനാൽ സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ടവരാണ് സാത്താനും കൂട്ടരും. അവർ തള്ളപ്പെട്ടത് ദൈവത്തെ പോലെയാകുവാൻ മോഹിച്ചതിനാലും ദൈവത്തെ ആരാധിക്കുവാൻ വിസമ്മതിച്ചതിനാലും ആണ്. ദൈവത്തെ പോലെ ആകുവാനുള്ള മോഹം സാത്താൻ മനുഷ്യരിലും പാകുവാൻ ഇടയായി തീർന്നു. അവരും ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. അരുതാത്ത ഫലം തിന്ന അന്ന് മുതൽ അവരുടെ സ്വസ്ഥത അവർക്ക് നഷ്ടപ്പെട്ടു. അവരനുഭവിച്ച സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടു. നാം പാപം ചെയ്യാതെ നിർമ്മലമായി വസിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത് ദൈവത്തോടൊപ്പമുള്ള ഒരു സ്വസ്ഥതയാണ്. നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന സമാധാനം. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യാതിരുന്ന സമയത്ത് ആദാമും ഹവ്വയും അനുഭവിച്ച അതേ സ്വസ്ഥത. ജീവിതത്തിലെ സ്വസ്ഥതകൾ നിന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനു നമ്മിൽ തക്കതായ കാരണങ്ങളുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും സ്വസ്ഥത നൽകുവാൻ തീരുമാനിച്ചു. മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ വെച്ച് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ മുൻപിൽ വെളിപ്പെടുത്തി അവരെ അവിടെ നിന്ന് വിടുവിക്കുവാൻ ഇടയായി തീർന്നു. അവർ ജീവനുള്ള ദൈവത്തിൽ നിന്നും ഉള്ള സ്വസ്ഥത അനുഭവിച്ചവരാണ്. എന്നാൽ ആ സ്വസ്ഥത അവർ തന്നെ പലപ്പോഴും നഷ്ടപ്പെടുത്തി. അവർ അവരുടെ ഹൃദയം കഠിനപ്പെടുത്തി. അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം അവരിലുണ്ടായി. യഹോവയുടെ കോപത്തിന് വിധേയമായി. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. 6 ലക്ഷം പുരുഷന്മാരാണ് മിസ്രയീം നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ 2 പേർ മാത്രമാണ് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചത്. 2 പേരൊഴികെ സകലരും മരുഭൂമിയിൽ പട്ടുപോയി. ഇതെല്ലാം ദൃഷ്ടാന്തമായി ദൈവം നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് ദൈവം നമുക്ക് ഒരു നിത്യമായ സ്വസ്ഥ അനുഭവം കാണിച്ചു തരുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിൽ കൂടി സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായി യേശുനാഥൻ ഭൂവിൽ അവതരിച്ചു. ആ നാഥനിൽ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസവും സ്വസ്ഥതയും ഉണ്ട്. ഈ രക്ഷ അവഗണിക്കരുത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി സുവിശേഷം 11:28-29 വേദഭാഗങ്ങൾ. നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നാം ഇസ്രായേൽ ജനത്തെ പോലെ പട്ടുപോകരുത്. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. കർത്താവിൻ്റെ നുകമേറ്റ് നാം പഠിക്കണം. യേശുവിനെ പോലെ ജീവിക്കാൻ പഠിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ദൈവം ഒരു സ്വസ്ഥാനുഭവം ഒരുക്കി വച്ചിട്ടുണ്ട്. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാമത് വാക്യം. ഈ നിത്യമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ വിശുദ്ധിയോടെ ഒരുങ്ങാം. അവിടെ കലഹമോ മുറവിളിയോ കണ്ണീരോ ദുഃഖമോ ഇല്ല, എന്നും സ്വസ്ഥത മാത്രം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ദയവായി കർത്താവ് വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com